ഹലോ, ഒത്തിരി ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ പറമ്പിൽ കറിനാരങ്ങ നിന്നും നീളത്തിനുള്ളതാണ് അപ്പോൾ ഇത് വിളഞ്ഞ് അപ്പോൾ ഞാനത് തന്നെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കണം, അപ്പം അച്ചാറിടണം. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് രസം ഉണ്ടാക്കുന്നതാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും, ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഒരു ബൗളിലിട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക. അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി നെല്ലിക്ക വലിപ്പത്തിൽ ഇച്ചിരി പുളി ഒന്ന് കുതിർത്തിട്ട് ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതും കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചതും കൂടെ മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് താളിപ്പ് നടത്താം. അതിനായിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അവസാനം നമുക്ക് കായപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഈ ഒരു മസാല മൂപ്പിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ തിളയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലി ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക.